അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടങ്ങളുമായി ഗവർണറുടെ നയപ്രഖ്യാപനം. കേന്ദ്ര വിമർശനങ്ങൾ വായിച്ചും ചിലത് ഒഴിവാക്കിയും കൂട്ടിച്ചേർത്തും അവതരണം. ഗവർണർ ഒഴിവാക്കിയത് വായിച്ചു മുഖ്യമന്ത്രി. അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വായിക്കാതെ വിട്ടത് അവാസ്തവമായ കാര്യങ്ങളെന്ന് ലോക് ഭവൻ. ഗവർണർ സർക്കാർ പോര ഇലക്ഷൻ സ്പോൺസേഡ് ഡ്രാമയെന്ന് കോൺഗ്രസ്. തമിഴ്നാട്ടിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗം തന്നെ ഒഴിവാക്കാൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേരളത്തിനകത്തും പുറത്തും ഇഡിയുടെ വ്യാപക പരിശോധന. ഗോൾഡൻ ഷാഡോ റെയ്ഡ് പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 21 ഇടങ്ങളിൽ. വഴിപാടുകളിലും ആചാരങ്ങളിലും സംഭാവനകളിലും ക്രമക്കേടെന്ന് ഇഡി. SIT അന്വേഷണത്തിനിടയിലുള്ള ഇഡി അന്വേഷണം സംശയകരമെന്ന് മന്ത്രി VN വാസവൻ. സജി ചെറിയാന്റെ പ്രസ്താവന വിവാദമായിട്ടും തള്ളാതെ CPM. പാർട്ടിയെ കടന്നാക്രമിക്കാനുള്ള കള്ളപ്രചാരണമെന്ന് MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ അറിവോടെ CPM ആസൂത്രണം ചെയ്യുന്ന ഭൂരിപക്ഷ വർഗീയവാദമെന്ന് കോൺഗ്രസ്. CPM-ന്റേത് വർഗീയ തീക്കളിയെന്ന് മുസ്ലിം ലീഗ്. BJP ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ് നിതിൻ നബീൻ. പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്നത് കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ. കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമരത്തിൽ നിന്നും പിന്മാറി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനകൾ. മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ച വിജയം. ആവശ്യങ്ങളിൽ 2 ആഴ്ചയ്ക്കകം പരിഹാരമെന്ന് ഉറപ്പ് ലഭിച്ചതായി സംഘടനകൾ. താരസംഘടന അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ്. സമൂഹ മാധ്യമത്തിലൂടെ അപമാനിക്കപ്പെട്ട് കോഴിക്കോട്ടെ ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ വിദേശത്തേക്ക് കടന്നതായി സംശയം. യുവതി ഒളിവിൽ പോയത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതിനു പിന്നാലെ യുവതിയെ പിടികൂടിയാലേ നീതി കിട്ടൂവെന്ന് ദീപകിന്റെ അച്ഛൻ.